ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4, ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഹിയർ വി ഗോ വിത്ത് ബ്ലോക്ക് 2 യൂണിറ്റ് 4. First question. Discuss the title of the novel with a particular focus on those meanings that have been used in the novel. സംസ്കാര എന്ന നോവലിൻ്റെ ആ ടൈറ്റിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മീനിങ് എത്രത്തോളം ഈ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വിവരിക്കാനാണ് ക്വസ്റ്റ്യൻ. The title of the novel Samskara is a rich and complex one, reflecting the multiple themes and meanings that are woven throughout the narrative. The word Samskara itself has a range of meanings, from forming well or thoroughly to funeral obsequies, and the novel exploits these different connotations to create a nuanced and multi-layered exploration of identity, tradition, and transformation. Multiple meanings of samskara. The novel's title is deliberately chosen to reflect the multiple meanings of the word samskara. On one novel, the title refers to the funeral rites that are central to the plot of the novel. The question of who should perform the funeral rites of Narayanappa, the heretic Brahmin, is a contentious one, and the novel highlights the tensions and conflicts that arise from this issue. However, as the novel progresses, the title takes on other meanings, reflecting the transformation of Praneshacharya, the protagonist, and his journey towards self-discovery and rebirth. സംസ്കാര എന്ന ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് വളരെയധികം കുറച്ചധികം ഈ നോവലിനോട് കൂറ് കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത്രയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ നോവലിന് കൊടുത്തിട്ടുള്ളത്. അത് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൻ്റെ മീനിങ് വന്നിട്ട് ഇപ്പം അതിൻ്റെ കൊണോട്ടേഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ 2 തരത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫോമിങ് വെൽ ഓർ തറലി, പിന്നെ ഫ്യൂനറൽ ഒബ്സിക്യൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതിന് എക്സ്പ്ലനേഷൻ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംസ്കാര എന്നുള്ള വാക്ക് അവിടുത്തെ ഐഡൻറ്റിറ്റി, ട്രഡീഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഈ 3 തീമുകൾക്കും വളരെയധികം ക്ലോസ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ കുറച്ചധികം മീനിങ് ഫുള്ളി നൽകപ്പെട്ടിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ്. സംസ്കാരം എന്ന നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ പോർഷൻ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നാരായണപ്പ എന്നൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ, ഫ്യൂണറൽ റൈറ്റ്സ് ചെയ്യും എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ അവിടെ നടക്കുമ്പോൾ പ്രാണേശാചാര്യ എന്ന വ്യക്തിയാണ് ഇതിനെല്ലാം മുന്നോട്ട് വരുന്നത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാണേശാചാര്യ എന്നുള്ള വ്യക്തിക്കാണ് ഇവിടെ നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നോവലാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഇവിടെ ഒരു തീമായിട്ട് വരുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു തീം. അപ്പോൾ അതും ഈ സംസ്കാരവും തമ്മിൽ, ആ വേർഡ് തമ്മിൽ ഒത്തിരി കണക്റ്റഡ് ആണ്. Rite of passage. One of the most significant meanings of the title is the idea of a rite of passage, which is reflected in Praneshacharya's journey. The novel suggests that Praneshacharya's encounter with Chandri, Narayanappa's mistress, marks a turning point in his life, and he begins to question his traditional values and assumptions. This encounter can be seen as a kind of initiation or rite of passage, which sets Praneshacharya on a path of self-discovery and transformation. The title Samskara captures this idea of transformation and rebirth, highlighting the ways in which Praneshacharya experiences shape him into a new person.
interrogating traditional notions of samskara. The novel also interrogates traditional notions of samskara, particularly in relation to Brahmanism. The Brahmins in the novel are portrayed as being more concerned with maintaining their social status and privilege than with following the true principles of their faith. The character of Naranappa, who defies traditional norms and values, serves as a foil to the Brahmins, highlighting the hypocrisy and contradictions of their behavior. The novel suggests that the true samskara or refinement of spirit is not limited to those who are born into a particular caste or class, but can be found in individuals from all walks of life. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രാണേശാചാര്യ എന്ന വ്യക്തിയുടെ ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവിനെ കുറിച്ചിട്ടാണ് സംസ്കാര എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. ചാന്ദ്രി എന്നൊരു പെൺകുട്ടി നാരായണപ്പയുടെ ഒരു മിസ്ട്രസ്സാണ്, ലോ കാസ്റ്റിൽ പെട്ട ഒരു പെൺകുട്ടിയാണ് ചാന്ദ്രി. അപ്പോൾ അവളുമായിട്ട് പ്രാണേശ്വരയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹബന്ധം, അത് മുഖേന അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റ്സുകളും റിച്വൽസും എല്ലാം തന്നെ അദ്ദേഹം കീപ്പപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ബ്രാഹ്മൺ എന്ന നിലയ്ക്ക് അദ്ദേഹം ഓർത്തഡോക്സി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കുറച്ചധികം ബ്രാഹ്മിൺസിനെ കൂടുതലായിട്ടും ആ റൈറ്റ്സുകളൊക്കെ ക്ലോസ്ലി ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം അവിടെ തകരാറാവുകയാണ്, താറുമാറാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ട് മാറുകയാണ് ഈ സംസ്കാര എന്നൊരു വാക്കുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം ഹോൾഡ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻസും കാര്യങ്ങളും. ഇവിടെ രണ്ടാമതൊരു പോർഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇൻറ്ററോഗേറ്റിംഗ് ട്രഡീഷണൽ നോഷൻസ് ഓഫ് സംസ്കാര. ആ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു രീതിയാണ് ട്രഡീഷണലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാഹ്മിൺസിൻ്റെ വിശ്വാസങ്ങൾ. അതിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അതിനോട് അവരെത്രമാത്രം ശരിക്കും പറഞ്ഞാൽ നീതി പുലർത്തിയിരുന്നു എന്നൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ ഉയരുന്നത്. കാരണം അവരുടെ ഒരു ഹിപ്പോക്രസിയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാപഢ്യതയാണ് ഇവിടെ നമ്മൾ സംസ്കാര എന്ന ഈ ഒരു നോവലിൽ കൂടെ കഥാകൃത്ത് അല്ലെങ്കിൽ നോവൽ എഴുതിയിട്ടുള്ള ആ ഓഥർ എടുത്ത് കാണിക്കുന്നത്. ഒരു കാസ്റ്റിനെ മാത്രമല്ല അദ്ദേഹം ഫോക്കസ് ചെയ്ത് പറയുന്നത്, മറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽസിനെയുമാണ്, ഒരു വ്യക്തികളെയുമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ പുറത്തൊന്ന് അകത്ത് വേറെ ഒന്ന് ആ രീതിയിൽ നടക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്ത് ഈ നോവലിൽ കൂടെ അദ്ദേഹം പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അവരെ ഒന്ന് പുറത്ത് അവരുടെ കാപഢ്യത്തെ അദ്ദേഹം വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. Structure of the novel. The structure of the novel, as Ramanujan suggests, can be seen as reflecting the three stages of samskara: separation, transition, and reincorporation. Praneshacharya's journey can be seen as a reflection of three stages. These stages, as he separates himself from his agrahara, undergoes a transition through his experiences in the forest and the fair, and moves towards reincorporation into his community. The structure adds another layer of meaning of the title, highlighting the ways in which the novel explores themes of identity, transformation, and rebirth. Conclusion. In conclusion, the title of the novel Samskara is a rich and complex one, reflecting the multiple themes and meanings that are woven throughout the narrative. The novel explores the different connotations of the word samskara to create a nuanced and multi-layered exploration of identity, tradition, and transformation. Through its use of the title, the novel highlights the tensions and the conflicts that arise from traditional values and assumptions, and suggests that true samskara or refinement of spirit can be found in individuals from all walks of life. സംസ്കാര എന്ന വേർഡിന് നമുക്ക് വേറൊരു മീനിങ് കൂടെ ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് രാമാനുജൻ എന്നൊരു വ്യക്തി സജസ്റ്റ് ചെയ്യുന്നതാണ്. 3 രീതിയിൽ ഇതിനെ നമുക്ക് സ്റ്റേജസ് ആയിട്ട് കണക്കാക്കാം. ഒന്ന് സെപ്പറേഷൻ, ട്രാൻസിഷൻ ആൻഡ് റീഇൻകോർപ്പറേഷൻ.
പ്രാണേശാചാര്യ എന്ന വ്യക്തിയുടെ ഒരു ലൈഫ് ജേണിയിൽ ഉണ്ടാകുന്ന 3 സ്റ്റേജുകളാണിത്. ആദ്യം അദ്ദേഹം നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഓർത്തഡോക്സി ലൈഫ്, പിന്നീട് അദ്ദേഹം ഫോറസ്റ്റിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, തേർഡ്ലി അദ്ദേഹം മനസ്സിലാക്കുന്ന ആ ഒരു സത്യങ്ങൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ട്രാൻസ്ഫോർമേഷൻ, അദ്ദേഹം അത്രയും നാളും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഓർത്തഡോക്സി ലൈഫിൽ നിന്നും അദ്ദേഹത്തിന് ഒരു റീബേർത്ത് ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ സ്റ്റേജസ്. കൺക്ലൂഷൻ നമുക്ക് വ്യക്തമാണ്. സംസ്കാരം എന്ന നോവൽ ഉചിതമായിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. ആ ടൈറ്റിൽ ഈ ഒരു നോവലിന് ഉചിതമായിട്ടുള്ള ഒരു ഹെഡിങ് തന്നെയാണ്. അതിൻ്റെ പല രീതിയിലുള്ള മീനിങ്സ് നമുക്ക് എങ്ങനെ ഇതിനെ എന്താ പറയുക ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പല രീതിയിലും ഈ സംസ്കാരം എന്ന വേർഡ് ഈ ഒരു നോവലിന് സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് ബോധ്യമായി അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു എന്താ പറയുക കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പല സ്റ്റേജുകളിൽ നിന്നും ഒരു റീഫോർമേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഒരു റീബേർത്തിലോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ദ നോവൽ എൻഡ്സ്? ഡിസ്കസ് വിത്ത് കോൺക്രീറ്റ് ആർഗ്യുമെൻറ്റ്സ്. നോവൽ അവസാനിപ്പിച്ച രീതി ശരിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളതിന് സംതൃപ്തരാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് പലതരം ആർഗ്യുമെൻറ്റ്സ് നിലനിന്നിരുന്നു, ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നും കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. The ending of the novel Samskara by U.R. Anandamurthy is a subject of much debate and discussion among critics and readers. Some may find the ending satisfying, while others may not. In this response, we will discuss the ending of the novel and argue that it is a deliberate and thought-provoking conclusion that leaves the reader with much to ponder. Ambiguity and uncertainty. The novel ends with Praneshacharya's journey towards self-discovery and transformation still in progress. The reader is left wondering what the future holds for Praneshacharya and whether he will be able to reconcile his traditional values with his newfound awareness. This ambiguity and uncertainty are deliberate choices made by the author, and they serve to underscore the complexity and nuance of the themes explored in the novel. സംസ്കാരം എന്ന നോവൽ എൻഡ് ചെയ്ത രീതിയിൽ ചിലരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ് എന്നുള്ള രീതിയാണ്. എന്നാൽ മറ്റു ചിലർ ഇത് ഓക്കെ അല്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളവരുമുണ്ട്. അപ്പോൾ അതാണ് ഒരു ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കഥയുടെ അവസാനം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംബിഗ്യൂറ്റി ആൻഡ് അൺസർട്ടിനിറ്റി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം പ്രാണേശാചാര്യ എന്ന വ്യക്തിയുടെ ലൈഫ് സ്റ്റോറി നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ചെയ്ത തെറ്റ്. അങ്ങനൊരു താഴ്ന്ന ജാതിക്കാരിയായ ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത കാര്യം നമുക്ക് ഓൾറെഡി ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അത് വളരെ വലുതാണ്. കാരണം ഒരു ഓർത്തഡോക്സി ലൈഫ് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അതിൽ നിന്നും ചേഞ്ച് ആകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ വാണ്ടറിങ് ആണ്. വാണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞുള്ള ഒരു നടത്തമാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് തെറ്റുകൾ മനസ്സിലായി, അദ്ദേഹം തെറ്റ് ചെയ്തു പോയി എന്നതിനുള്ള ആ ഒരു ദുഃഖഭാരത്താലുള്ള ഒരു മൂമെൻറ്റ്സ് ആണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനാണ് റീഡേഴ്സിന് നൽകുന്നത് എന്നാണ് ഈ ആർഗ്യുമെൻറ്റ്സ് ഉയർന്നു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയും ഓർത്തഡോക്സി ആയിട്ടുള്ള അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന ആ കാര്യങ്ങളിലോട്ട് തിരിച്ചു പോകുമോ, അതോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റീബേർത്ത് അദ്ദേഹം പിന്നീട് ഫോളോ ചെയ്യുമോ എന്നുവെച്ചാൽ പുതിയ ഉൾക്കാഴ്ചകളിൽ അദ്ദേഹം പിന്നീട് എങ്ങനെയായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേണി, അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തതയില്ല. ഓപ്പൺ
open-endedness. The ending of the novel is open-ended, leaving the reader to interpret the outcome of Pranashacharya's journey in their own way. This open-ended is a hallmark of modernist fiction, and it allows the reader to engage with the text on a deeper level. By not providing a neat or tidy conclusion, the author encourages the reader to think critically about the themes and ideas explored in the novel. Transformation and growth. The ending of the novel suggests that Pranashacharya has undergone a significant transformation. He has moved from being a rigid and traditional Brahmin to someone who is more open-minded and aware of the complexities of life. This transformation is not complete, and the reader is left to wonder what the future holds for Pranashacharya. However, the fact that he is willing to question his own values and assumptions is a significant step towards growth and self-awareness. നോവലിൻ്റെ എൻഡിനെ ഓപ്പൺ എൻഡഡ്നെസ് എന്നൊരു വാക്കാൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അത് ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും റീഡേഴ്സിന് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മനസ്സിലായ രീതിയിൽ നമുക്ക് ഈ നോവലിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ചിന്താഗതി ആയിരിക്കും. അപ്പോൾ വായിക്കുന്ന റീഡേഴ്സിന് എങ്ങനെ വേണമെങ്കിലും കൺക്ലൂഷൻ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് നടന്നു കഴിഞ്ഞു. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് എസ്പെഷ്യലി അദ്ദേഹത്തിന് മനസ്സിലായി ഓർത്തഡോക്സി ലൈഫിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതല്ല അതിന് ശരി, നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമുക്ക് നമ്മുടേതായ ഫീലിങ്സ് ഉണ്ട് എന്ന തിരിച്ചറിവിലോട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞു. പക്ഷേ ആ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈ വ്യക്തി പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു ഗ്രോത്തിനെ കുറിച്ചിട്ട് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുകയാണ്. Contextualizing the ending. The ending of the novel needs to be contextualized within the broader themes and ideas explored in the text. The novel is not just about Pranashacharya's journey but also about the societal and cultural context in which he lives. The ending reflects the complexities and challenges of living in a society that is undergoing significant change and transformation. Reader response. The ending of the novel also raises questions about reader response and interpretation. As Anandamurthy himself notes, different readers may respond to the novel in different ways, depending on their own cultural and social context. The ending of the novel is deliberately ambiguous, allowing readers to bring about their own perspectives and interpretations to the text. ഇവിടെ എൻഡിങ് എന്ന് പറയുന്നത്, ഈ നോവലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് പ്രാണേശാചാരി എന്ന വ്യക്തിയുടെ മാത്രം ഒരു സ്റ്റോറിയല്ല, മറിച്ച് കുറേ അധികം ഇൻഡിവിജ്വൽസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സൊസൈറ്റിയുടെ അന്ന് നിലനിന്നിരുന്ന ആ കൾച്ചറലിൻ്റെ അതിൻ്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം ഇവിടുത്തെ എൻഡിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലിയർ കട്ട് നമുക്കിവിടെ കാണുന്നില്ല. ഓക്കെ, അതുപോലെ റീഡർ റെസ്പോൺസ്. ആനന്ദമൂർത്തിക്ക് കൃത്യമായിട്ട് ഓദറിന് കൃത്യമായിട്ട് അറിയാം റീഡർ റെസ്പോൺസിന് വേരിയസ് ആയിട്ടുള്ള ചിന്താഗതികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ഫ്രീഡം ഇവിടെ നൽകുന്നുണ്ട്. Conclusion. In conclusion, the ending of Samskara is a thought-provoking and deliberate conclusion that leaves the reader with much to ponder. The ambiguity and uncertainty of the ending are hallmarks of a nuanced and complex exploration of themes and ideas. The open-ended of the novel encourages the reader to engage with the text on a deeper level, and the transformation and growth of Pranashacharya are significant steps towards self-awareness and understanding. Ultimately, the ending of the novel reflects the complexities and challenges of living in a society that is undergoing significant change and transformation. സംസ്കാര എന്ന ഈ നോവലിൻ്റെ എൻഡ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സിറ്റി നൽകുന്ന അല്ലെങ്കിൽ ഒത്തിരി അധികം കൺഫ്യൂഷൻസ് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ടെക്സ്റ്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവൽ, പക്ഷെ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്
റീഡേഴ്സിന് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആനന്ദമൂർത്തി നൽകിയിരിക്കുന്നത്. സോ അവിടെ നെഗറ്റീവായിട്ടും എന്നാൽ പോസിറ്റീവായിട്ടും ചിന്തിക്കുന്ന പല രീതികളിൽ ആർഗ്യുമെൻറ്റ്സ് ഉയർന്നു വരുന്നുണ്ട്. അത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. What is the importance of the sexual union between the Acharya and Chandri? ഇവിടെ ആചാര്യ ആൻഡ് ചാന്ദ്രി ഇവരുടെ സെക്ഷൽ യൂണിയൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വിവരിക്കാനായിട്ടാണ് പറയുന്നത്. The sexual union between Praneshacharya and Chandri is a pivotal moment in the novel Samskara. This encounter marks a significant turning point in Praneshacharya's journey, symbolizing his transition from a life of rigid asceticism to one of self-discovery and transformation. Breaking social barriers. The union between Praneshacharya and Chandri is significant because it transcends the social boundaries that separate the two characters. As a Brahmin, Acharya Praneshacharya is expected to adhere to strict codes of conduct, while Chandri, as a low-caste woman and Narayanapa's mistress, occupies a marginalized position in society. The union challenges these social norms and highlights the tensions between traditional values and the emerging awareness of individual desire. സംസ്കാര എന്ന ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ചാന്ദ്രി എന്ന പെൺകുട്ടിയും പ്രാണേശാചാര്യ എന്ന ആചാര്യ അവരുടെ ഒരു റിലേഷൻഷിപ്പ്. ആരാണ് പ്രാണേശാചാര്യ, ആരാണ് ചാന്ദ്രി എന്നാണ് നമുക്കിനി പഠിക്കേണ്ടത്. പ്രാണേശാചാര്യ എന്നുള്ള വ്യക്തി ബ്രാഹ്മണനാണ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സന്യാസിയാണ്. അതേസമയം ചാന്ദ്രി എന്ന പെൺകുട്ടി ലോ കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയാണ്. ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ലോ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചാന്ദ്രിയുടെ മറ്റൊരു പ്രത്യേകത നാരായണപ്പ എന്ന വ്യക്തിയുടെ ഒരു മിസ്ട്രസ്സാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ജോയിനിങ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ തന്നെ പ്രാണേശാചാര്യയ്ക്ക് വളരെ അധികം മോശക്കേട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഷെയിംഫുൾ ആക്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ നമ്മൾക്ക് കണക്കാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അവെയർനെസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിസയർ. ഓരോ വ്യക്തിക്കും മനുഷ്യന്മാരാണ്, മാനുഷികമായിട്ടുള്ള കുറേ ഡിസയേഴ്സ് ഉണ്ട്. ആ ഡിസയേഴ്സാണ് ഇവിടെ പ്രാണേശാചാര്യ എന്ന വ്യക്തിയിൽ കൂടെ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഓതർ നമുക്ക് കാണിച്ചു തരുന്നത്. Symbolism of the encounter. The encounter between Praneshacharya and Chandri can be seen as a symbol of the conflict between asceticism and eroticism, two opposing forces that are central to the novel's themes. Praneshacharya's surrender to his desires represents a moment of weakness, but also a moment of liberation. It marks a shift from his rigid adherence to ascetic principles to a more nuanced understanding of human nature. Praneshacharya's transformation. The sexual union with Chandri is catalyst for Praneshacharya's transformation. It forces him to confront his own desires and vulnerabilities, leading to a deeper understanding of himself and the world around him. This transformation is not without its challenges, as Praneshacharya struggles to reconcile his newfound awareness with his traditional values and sense of identity. Chandri's character. Chandri's character plays a significant role in this encounter. She is depicted as a strong and independent individual who defies the traditional expectations of a low-caste woman. Her love for Narayanappa and her subsequent relationship with Praneshacharya demonstrate her agency and autonomy. Through Chandri's character, the novel highlights the complexity of human relationships and the ways in which individuals can transcend their social contexts. സിംബോളിസം ഓഫ് ദ എൻകൗണ്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രാണേശാചാര്യ എന്ന വ്യക്തിയുടെ അദ്ദേഹം ഹോൾഡ് ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, അസറ്റിസിസം ആൻഡ് എറോട്ടിസിസം.
അസറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം, എറോട്ടിസിസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 തീമുകളാണ് വരുന്നത്, അല്ലെങ്കിൽ 2 ആറ്റിറ്റ്യൂഡ്സുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓർത്തഡോക്സി ലൈഫും അതേസമയം ഇദ്ദേഹത്തിൻ്റെ ലവ് അഫെയറും. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനൊരു ഒരു ഡിസയർ മുഖേന, ഹ്യൂമൻ ഡിസയർ മുഖേന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിനൊരു ലിബറേഷന് തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് പറയാം. ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഇത് ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ കൂടെ അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു ബ്രാഹ്മൺ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ബ്രാഹ്മൺ എന്ന കൾച്ചറിൽ നിന്നും മുക്തി നേടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ആ വാല്യൂസ്, അതിനേക്കാട്ടിലൊക്കെ വലുത് തന്നെയാണ് ഹ്യൂമൻ ഡിസയേഴ്സ് എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ കൂടെ, അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ടുള്ള ഒരു ചേഞ്ചാണ് പിന്നീട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ചാന്ദ്രിയുടെ ക്യാരക്ടറിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നാരായണപ്പ എന്ന വ്യക്തിയും പ്രാണേശാചാരി എന്ന വ്യക്തിയും 2 വ്യക്തിത്വങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ 2 പേരുടെയും ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു ഈ ഒരു ചാന്ദ്രി എന്ന പെൺകുട്ടിക്ക്. ഓക്കെ, ചാന്ദ്രി മുഖേനയാണ് ഇപ്പോൾ പ്രാണേശാചാരി എന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ചാന്ദ്രി എന്ന പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ലോ കാസ്റ്റ് വുമണാണ്, അതേസമയം അവളൊരു സ്ട്രോങ് വിമണാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമണാണ് എന്നും കൂടി നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. Thematic significance. The sexual union between Pranishacharya and Chandri is thematically significant because it underscores the tension between traditional values and modernity. The novel explores the ways in which traditional societies are forced to confront the challenges of modernity, leading to a re-evaluation of values and norms. The encounter between Pranishacharya and Chandri represents a moment of crisis, but also a moment of opportunity for growth and transformation. Conclusion. In conclusion, the sexual union between Pranishacharya and Chandri is a pivotal moment in the novel Samskara. It marks a significant turning point in Pranishacharya's journey, symbolizing his transition from a life of rigid asceticism to one of self-discovery and transformation. The encounter highlights the tension between traditional values and modernity and underscores the complexity of human relationships. Through this encounter, the novel explores the ways in which individuals can transcend their social context and challenge traditional norms, leading to a deeper understanding of themselves and the world around them. പ്രാണേശാചാര്യ എന്ന് പറയുന്ന വ്യക്തിയായാലും ചാന്ദ്രി എന്ന വ്യക്തിയായാലും ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മോഡേണിറ്റിയിൽ ഒത്തിരി അധികം മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അത്രയും നാളുണ്ടായിരുന്ന വ്യക്തികളല്ലായിരുന്നു പിന്നീട് ഇവരുടെ ഒരു സ്നേഹം മുഖേന അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ട് മുഖേന പിന്നീട് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു തറായിട്ടുണ്ടാവും. പിന്നെ എല്ലാം ഒത്തിരി ബോറിംഗ് ആയിരിക്കും. പക്ഷേ എനിക്ക് വേറെ നിവർത്തിയില്ല കേട്ടോ, കാരണം ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതിനെ ബേസ്ഡ് ആയതുകൊണ്ടേ ഐ കാൺ ഡു എനിത്തിങ്. ഓക്കെ, അപ്പോൾ എന്നെ ഒന്ന് എന്താ പറയുക, ജസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് മീ, ഒന്ന് സഹിക്കൂ കേട്ടോ, അത്ര തന്നെ. പക്ഷേ നിങ്ങൾ കൂടുതൽ പഠിക്കും, ഇത് കേട്ട് കൂടുതൽ പഠിക്കും. ആൻഡ് യു നീഡ് നോട്ട് സ്റ്റഡി അഗെയിൻ എക്സ്ട്രാ. നിങ്ങൾ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ടതില്ല, ഇതൊന്ന് കേട്ടാൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇറ്റ്സ് ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ കൺക്ലൂഷനിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവരുടെ ഒരു സെക്ഷൽ ആക്ട് മുഖേന പിന്നീട് ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ സൊസൈറ്റിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിലയും വിലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഇവിടെ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. Question number 4. Why has the writer chosen Chandri and Putta to catalyze the change in the Acharya? Discuss their role in the Acharya's efforts to redefine himself as an individual. ഓഥർ എന്തുകൊണ്ടായിരിക്കാം ചാന്ദ്രിയെയും പുട്ടായെയും ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര്യയുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട് ചാന്ദ്രിയെയും പുട്ടായെയും ഒക്കെ ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്
എന്നാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ ആചാര്യ എഫേർട്സ് ടു റീഡിഫൈൻ ഹിംസെൽഫ് ആസ് എൻ ഇൻഡിവിജ്വൽ, അത് തന്നെ അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു മാറ്റത്തിനായിട്ട് ഇവരൊക്കെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം. The writer's choice of Chandri and Putta as catalysts for change in Pranacharya's life is a deliberate narrative device that underscores the theme of identity, morality, and transformation in the novel Samskara. Both Chandri and Putta play significant roles in Pranacharya's journey towards self-rediscovery and redefinition. Chandri's role. Chandri, as Narayanappa's mistress, represents a world that is antithetical to Pranacharya's ascetic values. Her relationship with Pranacharya serves as a catalyst for his transformation, forcing him to confront his own desires and vulnerabilities. Chandri's character embodies the sensual and emotional aspects of human nature, which Pranacharya has previously suppressed. Through his encounter with Chandri, Pranacharya is compelled to re-evaluate his understanding of himself and his place in the world. പുട്ട ആൻഡ് ചാന്ദ്രി ഇവരെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇവിടെ നമുക്ക് വ്യക്തമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചാന്ദ്രിയുടെ റോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നാരായണപ്പ എന്ന വ്യക്തിയുടെ ഒരു മിസ്ട്രസ് ആണ് ചാന്ദ്രി. അപ്പോൾ അവൾ മുഖേനയാണ് പ്രാണാചാര്യ അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് മുഖേനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണം. ആ ഒരു കാരണമാണ് ഇവരുടെ ഒരു സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത്. പുട്ടാസ് റോൾ. Putta, on the other hand, represents a more pragmatic and worldly perspective. As a half-caste, Putta occupies a liminal space in society, unencumbered by the rigid norms and expectations that govern the lives of Brahmins like Pranacharya. Putta's interactions with Pranacharya serves as a mirror, reflecting the Acharya's own biases and assumptions. Putta's character challenges Pranacharya's rigid worldview, encouraging him to question his values and explore new possibilities. Catalyzing change. Both Chandri and Putta catalyze the change in Pranacharya's life. Their presence in his life forces him to confront the contradictions and complexities of his own identity. Through his encounters with Chandri and Putta, Pranacharya begins to question his rigid ascetic values and explore new possibilities for himself. This process of questioning and exploration is essential to Pranacharya's transformation and redefinition as an individual. പുട്ട എന്ന വ്യക്തിയെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എനിവേ, പുട്ട എന്ന് പറയുന്ന വ്യക്തി പ്രാണാചാര്യയുടെ ഒരു കമ്പാനിയനും ഗൈഡും തന്നെയാണ്. ഓക്കെ, ഇവരുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രാണാചാര്യ എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ, കുറേ നോംസും വാല്യൂസും ഒക്കെ. അതേസമയം പുട്ട എന്ന് പറയുന്ന വ്യക്തി ഒട്ടും തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തി, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു വേൾഡ്ലി ലൈഫ് നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാണാചാര്യയുടെ ഒരു അഡ്വൈസറായിട്ടുള്ള റോൾസ് ആയിരുന്നു പലപ്പോഴും കാണാനായിട്ട് സാധിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് പ്രാണാചാര്യയിൽ നിന്നും. അപ്പോൾ അത് ഒരു കോൺട്രാഡിക്ടറി ക്യാരക്ടറാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് പുട്ടയുടെ ഒരു എന്താ പറയുക, പുട്ടയുടെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ക്യാരക്ടർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബോത്ത് ചാന്ദ്രി ആയാലും പുട്ട ആയാലും ഒരുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രാണാചാര്യയുടെ ട്രാൻസ്ഫോർമേഷന് കാരണമായിട്ടുണ്ട്. Redefining identity. The characters of Chandri and Putta enable Pranacharya to redefine himself as an individual by challenging his assumptions and biases. Through his relationships with them, Pranacharya begins to see the world from different perspectives, and his understanding of himself and his place in the world undergoes a significant shift. Chandri and Putta represent the diversity and complexity of human experience, which Pranacharya must confront and accommodate in his own life.
In conclusion, the writer's choice of Chandri and Putta as catalyst for change in Pranacharya's life is a deliberate narrative device that underscores the themes of identity, morality, and transformation in the novel Samskara. Both characters play significant roles in Pranacharya's journey towards self-discovery and redefinition, challenging his assumptions and biases and enabling him to explore new possibilities for himself. Through their interactions with Pranacharya, Chandri and Putta facilitate his transformation and redefinition as an individual, highlighting the complexity and diversity of human experience. പ്രാണേശാചാര്യ ഈ വ്യക്തികളുടെ കൂടെ കൂടിയിട്ട് വളരെയധികം മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. അദ്ദേഹം ലോകത്തിന് തന്നെ മറ്റൊരു രീതിയിൽ, മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടെ, മറ്റൊരു പെർസ്പെക്റ്റീവിൽ കൂടെ നോക്കി കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് തന്നെയാണ് ഇതിനൊക്കെ കാരണമായത്. സോ ആസ് വി കൺക്ലൂഡ് നമുക്ക് പറയാൻ സാധിക്കും, സംസ്കാരം എന്ന നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് ചാന്ദ്രി ആൻഡ് പുട്ട. അവരുടെ റോൾസ് എന്ന് പറയുന്നത് പ്രാണേശാചാര്യ എന്ന വ്യക്തിയുടെ വലിയൊരു മാറ്റത്തിന് കാരണം ആയവരാണ് ഇവർ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ആർ യുവർ പേഴ്സണൽ വ്യൂസ് അബൌട്ട് ദ കോണ്ടംപററി റെലവൻസ് ഓഫ് ദ നോവൽ? നോവലിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വ്യൂസ് എന്താണ്? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ചോദ്യം. അടിപൊളി അല്ലേ? ഇപ്പം മറ്റുള്ളവരുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വന്തം വ്യൂസാണ് ഇവിടെ നമുക്ക് എഴുതി ചേർക്കേണ്ടത്. The novel Samskara by U.R. Anandamurthy remains remarkably relevant in contemporary times, offering profound insights into the human condition, societal norms, and the complexities of tradition and modernity. Despite being written decades ago, the novel's themes and characters continue to resonate with readers today. Timeless themes. One of the primary reasons for the novel's enduring relevance is its exploration of timeless themes. The struggle between tradition and modernity, the search for identity, and the complexities of human relationships are universal concerns that transcend time and culture. The novel's nuanced portrayal of these themes allows readers to reflect on their own experiences and the world around them. നമ്മളോട് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും? സംസ്കാരം എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ഡെക്കേഡ്സ് എഗോ ആണ് അല്ലേ, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ അതും ഈ മോഡേൺ ഏജും തമ്മിലുള്ള ഒരു കമ്പാരിസമാണ് നമ്മൾ ആദ്യം ഇവിടെ നടത്തേണ്ടത്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നാണ് ഇത് എഴുതിയത് എങ്കിലും ഇന്നും ഈ ഒരു സംസ്കാരം എന്ന നോവൽ റെലവൻ്റ് ആണ്. കാരണം നമ്മൾ സാധാരണ നമ്മളുടെ പോലുള്ള ഈ റീഡേഴ്സ് ഇത് വായിക്കുമ്പോൾ ഇന്നും നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ എന്താ പറയുക, കുറേയധികം ഓർത്തഡോക്സി വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, വേർതിരിക്കുന്നുണ്ടല്ലോ ആൾക്കാരെ. കുറേ അധികം വേർതിരിവ് കാണിക്കുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാനായിട്ട് ഇൻഡിവിജ്വൽസിനെ പ്രേരിപ്പിക്കുന്ന ഒരു നോവലാണ് സംസ്കാര. അതുകൊണ്ട് തന്നെ ഇത് ഇന്നും റെലവൻ്റ് ആണ്. Relevance of contemporary society. The novel's exploration of social hierarchy, caste, and identity is particularly relevant in contemporary society. The issues of social justice, equality, and human rights continue to be pressing concerns in many parts of the world. The novel's portrayal of the rigid social hierarchy of the Brahmin Agrahara and the struggles of those on the margins serves as a powerful commentary on the ongoing struggles for social justice and equality. The search for identity. The novel's exploration of identity and self-discovery is also highly relevant in contemporary times. In an increasing complex and globalized world, individuals are often forced to navigate multiple identities and conflicting values. The novel's portrayal of Pranacharya's journey towards self-discovery and transformation serves as a powerful reminder of the importance of introspection,
സെൽഫ് അവയർനെസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിൽ ചിലപ്പോൾ സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും നമുക്ക് കാണുന്നില്ലായിരിക്കും. ബട്ട് വി നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ടുഡേ, അല്ലേ? നമ്മൾ വളരെയധികം അവെയറാണ് ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പല ഏരിയകളിലും കാസ്റ്റ് മുഖേന ഒത്തിരി പേരെ എന്താ പറയുക, സൊസൈറ്റി റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംസ്കാരം എന്ന നോവലിന് റെലവൻസ് ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഐഡൻറ്റിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പേഴ്സണലി ഒരു വ്യക്തിക്കും പ്രാണേശാചാര്യ എന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു റീഫോർമേഷൻ എന്ന പോലെ തന്നെ ഈ വായിക്കുന്ന ഓരോ വ്യക്തിക്കും ട്രാൻസ്ഫോം ആകാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിലേക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് എത്തി നോക്കാനുള്ള ഒരു ശ്രമം നടത്താനായിട്ടുള്ള ഒരു നോവലാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയുകയാണ് നമ്മളിലേക്ക് തന്നെ നോക്കാനായിട്ട്. ഓക്കെ, പിന്നെ സെൽഫ് അവെയർനെസ്, അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, ഇതൊക്കെ സെയിം മീനിങ്സ് ആണ് നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കുറവുകൾ അതൊക്കെ നികത്തി കുറച്ചും കൂടി ഒരു ബെറ്റർ പേഴ്സണാലിറ്റി ആയി മാറാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഇവിടെ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. The tension between tradition and modernity. The novel's exploration of the tension between tradition and modernity is another theme that remains highly relevant today. As societies around the world grapple with the challenges of globalization, technological change, and cultural exchange, the novel's portrayal of the complexities of tradition and modernity serves as a powerful reminder of the importance of nuance and understanding. In conclusion, Samskara is a novel that remains remarkably relevant in contemporary times. Its exploration of timeless themes, its relevance to contemporary society, and its portrayal of the human condition all contribute to its enduring significance. The novel's nuanced and thought-provoking portrayal of the complexities of tradition and modernity, identity and self-discovery, and social hierarchy and justice serves as a powerful reminder of the importance of literature in reflecting and shaping our understanding of the world around us. As a work of literature, Samskara continues to offer profound insights into human experience, making it a timeless classic that will continue to resonate with readers for generations to come. പഴയ ഒരു ട്രഡീഷനിൽ നിന്നും മോഡേണിറ്റിയിലോട്ടുള്ള ഒരു വലിയ മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ലോകത്തിൽ ഏറ്റവും അധികം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ചേഞ്ചിനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഗ്ലോബലൈസേഷൻ, അല്ലേ? അപ്പോൾ ഗ്ലോബലൈസേഷൻ അതുപോലെ ടെക്നോളജിക്കലി ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഗ്ലോബലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ്. ഇതുപോലെ ഇൻഡിവിജ്വൽസിനും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സംസ്കാരം എന്ന ഈ ഒരു നോവലിൽ ഇങ്ങനെ നമ്മൾ ഗ്ലോബലി അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കലി ഒക്കെ ഒരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളുടെ ഇൻഡിവിജ്വൽസിന് നല്ല ഒരു റീഫോർമേഷനാണ് സംഭവിക്കേണ്ടത്, അല്ലാതെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ല ലഭിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാൻ സാധിക്കുക, സംസ്കാരം എന്ന ഈ ഒരു നോവൽ നിലവിലുള്ള മോഡേൺ ജനറേഷന് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഒരു മാറ്റത്തിന് വിധേയമാകാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സംസ്കാരം എന്ന നോവലിൽ കൂടെ കഥാകൃത്ത് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നോവലിസ്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കുറേ ഇൻപുട്സ്. ഓക്കെ, സോ വി കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sixth question, what are the major things that the Acharya thinks of during his journey? എന്തൊക്കെയാണ് ആചാര്യ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേണിയിൽ കൂടെ പോകുമ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, മനസ്സിലാകുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു വലിയ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നതും.
Okay, so kindly help me by subscribing, sharing, and supporting me. Okay, thank you for all the subscribers who's regularly watching me and supporting me. Okay. During his journey, Pranacharya's mind is filled with a multitude of thoughts and reflections. As a man of rigid ascetic values, he is forced to confront the contradictions and complexities of his own identity. One of the major things that the Acharya thinks of is his own sense of morality and the strict codes of conduct that govern his life as a Brahmin. He grapples with the idea of whether his actions are in line with the principles of his faith and whether he is truly living up the expectations of his community. As he journeys through the forest and encounters various individuals, the Acharya is compelled to think about his relationships with others. He reflects of his interactions with Narayanappa, the heretic Brahmin, and the complex emotions that he feels towards him. He also thinks about his encounter with Chandri, Narayanappa's mistress, and the profound impact that it has on his life. The Acharya's thoughts are consumed by the tension between his desire for spiritual purity and his growing awareness of his human vulnerabilities. പ്രാണേശ്വരി എന്ന വ്യക്തി അദ്ദേഹത്തിന് പലതരത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നമുക്ക് ചെറിയ രീതിയിൽ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചാന്ദ്രി എന്ന പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായതിന് ശേഷം അദ്ദേഹം ഒരു വാണ്ടറിങ് ആണ്. പിന്നെ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരു ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് വന്ന ചിന്തകൾ എന്ന് പറയുന്നത് നാരായണപ്പ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നാരായണപ്പ എങ്ങനെയായിരുന്നു ഒരു എന്താ പറയുക ആൻറ്റി ഓർത്തഡോക്സി ആയിരുന്നു, അല്ലെങ്കിൽ ആൻറ്റി ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും അങ്ങനത്തെ കുറേ ചിന്തകൾ വന്നിരിക്കാം. ചാന്ദ്രി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇനി എങ്ങനെയായിരിക്കും തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, താൻ എന്താ പറയുക അത്രയും നാൾ നെയ്തു കൂട്ടി വെച്ചിരുന്ന ഓർത്തഡോക്സി ആയിട്ടുള്ള തൻ്റെ മോറൽ വാല്യൂസും കാര്യങ്ങളും ഇതെല്ലാം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഏതായിരിക്കും ശരി, ഏതായിരിക്കും തെറ്റ്, ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് ഒരു അവയർനെസ് വരികയാണ് താൻ ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട്, പിന്നെ ഹ്യൂമൻ വൾണറബിലിറ്റീസെ കുറിച്ചിട്ട്. വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചിട്ടാണ്. അതിനൊക്കെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു അവയർനെസ്, ഒരു ബോധ്യം വരികയാണ്. അതേസമയം ഒരു സ്പിരിച്വൽ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ധാരാളം ഇമോഷൻസ് ഇടകലർന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ. The Acharya's journey also prompts him to think about the nature of reality and the world around him. He grapples with the idea of whether the world is a place of suffering and illusion, as taught by his faith, or whether it is a place of beauty and wonder. He reflects on the changing seasons, the beauty of nature, and the diversity of human experience. Through his observations, the Acharya begins to question his rigid worldview and consider the possibility of a more nuanced and complex reality. Furthermore, the Acharya's thoughts are dominated by his search for meaning and purposes in life. As a man of faith, he has always believed that his purpose is to follow the principles of his faith and achieve spiritual liberation. However, his encounters with others and his own experience force him to question this assumption. He begins to wonder whether there is more to life than just following rules and rituals. The Acharya's search for meaning and purpose is a fundamental aspect of his journey, and it is one that ultimately leads him to a deeper understanding of himself and the world around him. ഇവിടെ പ്രാണേശ്വരാചാര്യ അദ്ദേഹത്തിന് ചിന്തിക്കാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റോം ചെയ്ത് അല്ലെങ്കിൽ വാണ്ടറിങ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഈ ജീവിതം എന്ന് പറയുന്നത് സഫറിങ്ങും ഇല്യൂഷൻസും മാത്രമുള്ള ഒരു കാര്യമാണോ? അതൊക്കെയാണ് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫെയ്ത്തിൽ. അപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങനെ വാണ്ടർ ചെയ്യുമ്പോൾ അദ്ദേഹം
നേച്ചറിനെ കാണുകയാണ്. അപ്പോൾ നേച്ചറായിട്ടുള്ള ഒരു ബന്ധം അവിടെ പുലർത്താനായിട്ട് ഇവിടെ സാധിക്കുകയാണ്. നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ അദ്ദേഹം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയങ്ങളാണ് അതൊക്കെ. ഓക്കെ, അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാക്കിയ എന്താ പറയുക, ചേഞ്ചിങ് സീസണുകളുടെ ഒരു മാറ്റങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേച്ചറുമായിട്ട് അദ്ദേഹത്തിന് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് പിന്നീട് വരികയാണ് ചെയ്യുന്നത്. മീൻസ് അദ്ദേഹം പിന്നെ ആ ഒരു നേച്ചറായിട്ടുള്ള ഒരു ബന്ധമാണ് ഇവിടെ പിന്നീട് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിവിലേക്ക് വരുന്ന ആ സമയങ്ങളിൽ അദ്ദേഹം വിചാരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്, അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്ന ആ പ്രിൻസിപ്പിൾസൊക്കെ ആദ്യം അദ്ദേഹം പൊടിതട്ടി എടുക്കുകയാണ്. ജീവിതം എന്നതിൻ്റെ പേർപ്പസ്, അതിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ സ്പിരിച്വൽ ലിബറേഷനാണ് ഇവിടെ ആവശ്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കി എടുക്കുകയാണ്. പിന്നെ അപ്പോൾ സ്പിരിച്വലി അദ്ദേഹത്തിന് ഒരു ലിബറേറ്റ് ആകണം, അല്ലാതെ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഓർത്തഡോക്സി വിഭാഗമായിട്ടുള്ള ബ്രാഹ്മിൻസ് പഠിച്ചു വെച്ചിരിക്കുന്ന അതേ നിയമങ്ങൾ പാലിക്കണം എന്നല്ല, മറിച്ച് സ്പിരിച്വലായിട്ട് തനിക്ക് ലിബറേറ്റ് ആയിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് പിന്നീട് അദ്ദേഹം വരികയാണ്. പിന്നീട് അദ്ദേഹം മറ്റുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് ജീവിതത്തിനെ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് താൻ പഠിച്ചു വെച്ചിട്ടുള്ള ആ റിച്വൽസും കാര്യങ്ങളൊന്നും അല്ല, അതിനും അപ്പുറം മറ്റെന്തോ ഉണ്ട്. മീൻസ് അതിനൊക്കെ അപ്പുറമായിട്ട് ലിബറേറ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് അല്ലെങ്കിൽ റീഫോം ആറ്റിറ്റ്യൂഡിലോട്ട് അദ്ദേഹം വരികയാണ് ചെയ്യുന്നത്. The Acharya's thoughts are also influenced by his sense of guilt and shame. He feels guilty for his actions and for the way he has treated others. He is ashamed of his own vulnerabilities and weaknesses. These feelings of guilt and shame weigh heavily on his mind, and he struggles to come to terms with them. Through his reflections, and Acharya begins to realize that he is not alone in his struggles and that others have faced similar changes. In conclusion, the Acharya's journey is marked by a multitude of thoughts and reflections. He grapples with his own sense of morality, his relationships with others, the nature of reality, and his search for meaning and purpose in life. Through his journey, the Acharya is forced to confront the complexities and contradictions of his own identity, and he begins to question his rigid worldview. Ultimately, his thoughts and reflections lead him to a deeper understanding of himself and the world around him. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫീലിംഗ് ആയിരുന്നു ഷെയിംഫുൾ ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഷെയിംഫുൾ ആക്റ്റാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നാണക്കേട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാണക്കേട് എന്ന് പറയുന്നത് മറ്റുള്ളവരെങ്ങനെ ഫേസ് ചെയ്യണം, അപ്പോൾ ആ ഒരു സൊസൈറ്റിയാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നതും. പക്ഷെ ഇതിനിടയ്ക്കും ഇദ്ദേഹത്തിന് ഒരു തടയായിട്ട് നിൽക്കുന്നത് താൻ ഒറ്റയ്ക്കല്ല ഇതുപോലത്തെ ഷെയിംഫുൾ ആക്റ്റുകൾ ചെയ്തിട്ടുള്ളത്. കുറേ അധികം വ്യക്തികൾ വേറെയും ഉണ്ട് സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയവർ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആശ്വാസം കൂടിയും ഇദ്ദേഹത്തിനുണ്ട്. ആസ് വി കൺക്ലൂഡ്, നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? ഇദ്ദേഹം കടന്നുപോയ ആ ഒരു ജേണിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ്, ഇദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ഓക്കെ, അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന് പലതരത്തിലുള്ള തോട്ട്സുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം അൾട്ടിമേറ്റ്ലി എന്തിനായിരുന്നു? ഒരു റീഫോം അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ, ആ ചിന്തകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7th question. Which character or characters do you like most in the novel? Why? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഈ നോവലിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്നും പറയണം. The novel Samskara by U.R. Anandamurthy is a complex and nuanced exploration of human nature, and each character in the novel has their own unique strengths and weaknesses. However, if I had to choose a character that I find most compelling, it would be Pranashacharya. Pranashacharya's complexity. Pranashacharya is a complex and multifaceted character, full of contradictions and paradoxes. On the one hand, he is a rigid and traditional Brahmin Acharya committed to upholding the strict codes of conduct and morality that govern his community. On the other hand, he is also a deeply human and vulnerable individual, struggling with his own desires and weaknesses. This complexity makes him a fascinating and relatable character.
ഇങ്ങനൊരു ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ചധികം നമുക്ക് എഴുതേണ്ടതുണ്ട്. അത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമുക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. പ്രാണേശാചാര്യനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്യുന്നത്. കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ഉണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു അതിനെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രാണേശാചാര്യ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഓർത്തഡോക്സി ഫാമിലി അല്ലെങ്കിൽ ഓർത്തഡോക്സി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് മീൻസ് അദ്ദേഹം ചെയ്തിരുന്ന കുറച്ച് സിൻഫുൾ ആക്ടിനെ കുറിച്ചിട്ടും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സസിനെ കുറിച്ചിട്ട്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സസിനെ മറികടക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. Pranishacharya's journey. One of the most compelling aspects of Pranishacharya's character is his journey towards self-discovery and transformation. Throughout the novel, he grapples with the contradictions and complexities of his own identity, and he is forced to confront the limitations and biases of his rigid worldview. As he navigates the challenges and uncertainties of his journey, Pranishacharya undergoes a profound transformation, emerging as a more nuanced and self-aware individual. Pranishacharya's humanity. What I find most compelling about Pranishacharya is his humanity. Despite his rigid exterior, he is a deeply emotional and vulnerable individual, struggling to come to terms with his own desires and weaknesses. His relationships with others, particularly Chandri and Putta, reveal a depth of feeling and empathy that is remarkable. Through his interactions with these characters, Pranishacharya begins to see the world in a new light, and his understanding of himself and others is transformed. പ്രാണേശാചാര്യയുടെ ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റുകൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടൊരു സെൽഫ് ഡിസ്കവറി തിരിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓൺ സെൽഫിനെ അദ്ദേഹത്തിന് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ജേണിയിലോട്ട് നീങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ കുറേയധികം ലിമിറ്റേഷൻസും അദ്ദേഹം എങ്ങനെയാണ് ലോകത്തിനെ നോക്കി കാണുന്നതും എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമാനിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഓർത്തഡോക്സി വിഭാഗത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓർത്തഡോക്സി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ അദ്ദേഹം ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചാന്ദ്രിയുമായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ കരുതുകയാണ്. ആ ഒരു ആക്റ്റിൽ കൂടെ അദ്ദേഹം ഒത്തിരി അധികം വൾണറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസയേഴ്സും വീക്ക്നെസ്സസും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചാന്ദ്രി പുട്ട എന്ന രണ്ട് വ്യക്തികളാണ് ഇദ്ദേഹത്തിന് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ ഒരു ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് അദ്ദേഹം തന്നെ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നത്. Pranishacharya's symbolism. Pranishacharya's character also serves as a powerful symbol of the tension between tradition and modernity. As a Brahmin Acharya, he is deeply rooted in the traditions and values of his community. However, his experiences and reflections forces him to question and limit the limitations and biases of these traditions, and he begins to see the world in a new light. Through Pranishacharya's character, the novel highlights the complexities of and challenges of navigating the transition from tradition to modernity. Conclusion. In conclusion, Pranishacharya is a complex and compelling character, full of contradictions and paradoxes. His journey towards self-discovery and transformation is a powerful exploration of human condition, and his journey and vulnerability make him a deeply relatable and sympathetic character. Through his character, the novel highlights the complexities and challenges of navigating the tensions between tradition
and modernity and the importance of empathy, self-awareness and personal growth. പ്രാണേശാചാര്യ എന്ന ബ്രാഹ്മണനായിട്ടുള്ള ഈ ഒരു വ്യക്തി ട്രഡീഷണൽ ഡെക്കഡ്സ് എഗോ ആണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത് എങ്കിലും ഇന്നും ഈ ഒരു മോഡേൺ വേൾഡിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മാറ്റത്തിനായിട്ട് ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റീഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ, ആഴത്തിൽ ചിന്തിക്കുകയാണ്, പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, അദ്ദേഹം ചെയ്ത തെറ്റിനെ കുറിച്ച് അദ്ദേഹം പശ്ചാത്തപിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മോഡേൺ ഈ ജനറേഷൻസിനായാലും ഒത്തിരി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മീൻസ് എന്താ പറയുക, നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പേഴ്സണൽ ക്യാരക്ടറാണ് പ്രാണേശാചാര്യയ്ക്ക് ഉള്ളത്. ഓക്കെ. Finally, question number 8. Do you agree with the view that the novel is a complete repudiation of the Brahmanism? Give arguments in favor of or argument the proposition. ബ്രാഹ്മണിസത്തിനെതിരെയായിട്ടാണോ ഈ ഒരു നോവൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നെങ്കിൽ ഫേവറായിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നമ്മളോട് പങ്കുവയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ആൻസർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സോൾവ്ഡ് അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ നല്ല സോൾവ്ഡ് അസൈൻമെൻറ്റ്സ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ PDF ആവശ്യമാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമാണെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഒന്ന് ലൈക്ക് അടിച്ചെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. The novel Samskara by U.R. Ananthamurthy is a complex and nuanced exploration of the tensions between tradition and modernity. And the question of whether it is a complete repudiation of Brahmanism is a matter of debate. While the novel does critique certain aspects of Brahmanism, it is not necessarily a complete repudiation of the tradition. Critique of Brahmanism. One of the primary ways in which the novel critiques Brahmanism is through its portrayal of the rigid and hypocritical nature of the Brahmin community. The novel highlights the ways in which the Brahmins of the Agrahara are more concerned with maintaining their social status and privileges than with following the true principles of their faith. The character of Naranappa, who defies traditional norms and values, serves as a foil to the Brahmins, highlighting their hypocrisy and rigidity. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കൺഫ്യൂഷൻ നൽകുന്ന ഒരു ചോദ്യമാണ്. കാരണം ബ്രാഹ്മണിസത്തിന് എതിരെയാണോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണോ ഈ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു നോവൽ അറൈസ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എവിടെയൊക്കെയോ ബ്രാഹ്മണിസത്തിനെ ഒത്തിരി അധികം നിരാകരിച്ചുകൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള ഒരു നോവലാണിത്. അതേസമയം പൂർണ്ണമായിട്ടും ബ്രാഹ്മണിസത്തിനെ നിരാകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബ്രാഹ്മിൻസ് ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഒരു ഹിപ്പോക്രസിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറേ കാപഢ്യങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നാരായണപ്പ എന്ന വ്യക്തി അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, അതേസമയം തന്നെ അദ്ദേഹം ഒരു ആൻറ്റി ബ്രാഹ്മണനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പിൾസിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരുന്നത്. മീറ്റ് കഴിക്കുക, അതുപോലെ തന്നെ ലോ കാസ്റ്റിലെ ഒരു വുമണിനെ അദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ആറ്റിറ്റ്യൂഡ്സൊക്കെ ഹിപ്പോക്രസി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. Complexity of Brahmanism. However, the novel also portrays the complexity and diversity of Brahmanism, highlighting the ways in which individuals within the tradition grapple with its complexities and contradictions. The character of Praneshacharya, for example, is deeply nuanced and
multidimensional portrayal of Brahmin Acharya. While he is committed to upholding the principles of his faith, he is also struggling with his own desires and vulnerabilities. Through Pranacharya's character, the novel highlights the ways in which individuals with the Brahmin traditions are capable of growth, transformation, and self-awareness, not a complete repudiation. Given the complexity and nuance of the novel's portrayal of Brahmanism, it is difficult to argue that it is complete repudiation of the tradition. While the novel does critique certain aspects of Brahmanism, it also highlights the ways in which individuals within the tradition are capable of growth, transformation, and self-awareness. The novel suggests that the problem is not with Brahmanism itself, but rather with the rigid and hypocritical ways in which it is often practiced. ഇവിടെ നമുക്ക് എടുത്തു പറയാനായിട്ട് ബ്രാഹ്മണനായിട്ടുള്ള പ്രാണശാചാര്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ. അദ്ദേഹം ഈ പറഞ്ഞോണം ഒരു ഓർത്തഡോക്സ് വിഭാഗമായിരുന്നു, പക്ഷേ ഓർത്തഡോക്സി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസ് നേരിടുന്നുണ്ട്. ഈ ഒരു ഫെയ്ത്ത് കാരണം കൊണ്ട്, ഈ പ്രിൻസിപ്പിൾസ് കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം ചാന്ദ്രിയുമായിട്ടുണ്ടാകുന്ന ബന്ധത്തെ തുടർന്നിട്ട് അദ്ദേഹം ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു ഓർത്തഡോക്സിയൽ അല്ലെങ്കിൽ ഈ ഒരു ബ്രാഹ്മിൻ പ്രിൻസിപ്പിൾസ് കാരണം കൊണ്ടായിരിക്കാം. അതേസമയം ഈ ഒരു ബ്രാഹ്മണിസം എന്നുള്ള ആ ഒരു ചിന്താഗതി പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോവലിൽ തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ അവരുടെ ഒരു ഗ്രോത്ത്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെൽഫ് അവെയർനെസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ബ്രാഹ്മണിസം എന്നുള്ളതല്ല, മറിച്ച് ഹിപ്പോക്രറ്റിക്കലായിട്ടുള്ള കുറച്ച് വേസ് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മളിവിടെ ഓഥർ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. Alternative perspectives. Moreover, the novel offers alternative perspectives on spirituality and morality, highlighting the ways in which individuals from different backgrounds and traditions can provide new insights and perspectives. The character of Chandri, for example, is a powerful symbol of the ways in which individuals from marginalized backgrounds can challenge and transform traditional norms and values. Through Chandri's character, the novel highlights the importance of diversity and complexity in our understanding of spirituality and morality. In conclusion, while the novel Samskara does critique certain aspects of Brahmanism, it is not necessarily a complete repudiation of the tradition. The novel's portrayal of the complexity and diversity of Brahmanism, as well as its highlighting of the ways in which individuals within the tradition are capable of growth, transformation, and self-awareness, suggests that the problem is not with the Brahmanism itself, but rather with the rigid and hypocritical ways in which it is often practiced. The novel offers a nuanced and thought-provoking exploration of the tensions between tradition and modernity and the importance of diversity and complexity in our understanding of spirituality and morality. ഈ ഒരു നോവൽ നമ്മളുടെ സ്പിരിച്വാലിറ്റി, മൊറാലിറ്റി എന്നീ രണ്ട് വാല്യൂസിലോട്ടും ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി ചാന്ദ്രി എന്ന ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂസും അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ബ്രാഹ്മണിസം എന്നുള്ള ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു അവരെ നമ്മൾ അല്ലെങ്കിൽ ഓദർ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടുത്തെ ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കാപഢ്യമായിട്ടുള്ള കുറച്ചധികം പ്രാക്ടീസുകൾ, പ്രിൻസിപ്പിൾസിനെയാണ് ഇദ്ദേഹം നിരാകരിക്കുന്നത്. അതേസമയം മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുമുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കംപ്ലീറ്റ് ചാപ്റ്റർ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, വെറുതെ പറയണ്ടല്ല കേട്ടോ, അതൊക്കെ ചെയ്യണം. ഓക്കെ, so thank you for watching the video and we'll meet you with the next video. Bye then, take care and goodbye.